ആക്രിസാധനങ്ങൾ ശേഖരിക്കുന്നതിന്റെ മറവിൽ കർഷകന്റെ പണിയായുധങ്ങളും വീട്ടുസാധനങ്ങളും കടത്തിക്കൊണ്ടുപോയതായി പരാതി. ഇത്തരത്തിൽ നാടോടി സ്ത്രീകൾ ഉൾപ്പെട്ട സംഘം മലയോരത്ത് വ്യാപകമായി കവർച്ച നടത്തുന്നതായാണ് പരാതി. ചെറുപുഴ പാണ്ടിക്കടവിൽ പൂട്ടിക്കിടന്ന വീടിന്റെ വാതിൽ തകർത്ത് വീട്ടിലുണ്ടായിരുന്ന മിക്സിയും, ഗ്ലാസ് സ്റ്റൗ, പാത്രങ്ങൾ എന്നിവയും കടത്തിക്കൊണ്ടുപോയതായാണ് പരാതി. ഈ വീടിന് സമീപത്തെ കൃഷിസ്ഥലം പാട്ടത്തിനടുത്ത് കൃഷി നടത്തിയിരുന്ന ജോസ്ഗിരിയിലെ പീറ്റർ ജോസഫിന്റെ പണിയായുധങ്ങളും പാത്രങ്ങളും സംഘം കവർ ചെയ്തു. വെള്ളം നനയ്ക്കാൻ ഉപയോഗിച്ചിരുന്ന 2 മോട്ടോറുകൾ, സ്പ്രിംഗ്ലർ, പാത്രങ്ങൾ, വാർപ്പിന് ഉപയോഗിക്കുന്ന ഷീറ്റ് എന്നിവയാണ് നഷ്ടപ്പെട്ടതെന്ന് പീറ്റർ ജോസഫ് പറഞ്ഞു. ഞാനിപ്പോൾ നിൽക്കുന്നത് ചെറുപുഴ പാണ്ടിക്കടവ് എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മൾ വളരെ ഭീകരമായ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അതായത് പുഴയിൽ വെള്ളം കയറുന്നതിൻ്റെ പേരിൽ 5 HP ഒരു മോട്ടറും 1 HP മോട്ടറും ഈ സാധനങ്ങൾ മുഴുവനും ഞാൻ പറക്കി ഇവിടെ ഷെഡിക്കൊണ്ട് വെച്ചതാണ്. ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ ഇപ്പോൾ 2-3 ദിവസമായിട്ട് മകൻ്റെ വിവാഹ കാര്യങ്ങളുമായിട്ട് ഞാനൊരു 3-4 ദിവസമായിട്ട് ഇങ്ങോട്ട് വരവില്ല. ഇന്നലെ വന്ന് നോക്കിയപ്പോൾ മോട്ടറില്ല, കഞ്ഞിക്കലവില്ല, തൂമ്പായില്ല, ഒരു സാധനങ്ങളുമില്ല. ഇത് മുഴുവൻ ആക്രിക്കാരാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഇതേ പറക്കികൾ വന്ന് പറക്കിക്കൊണ്ട് പോകുന്നതാണ്. ചാക്കും തോളലിട്ട് കുറേ പെണ്ണുങ്ങളിലെ വരുന്ന നമുക്ക് കാണാം. ഇപ്പോൾ അവിടെ ഒരു ഷീറ്റ് ഇരിപ്പുണ്ട്. ഇത് ഈ കഴിഞ്ഞ ദിവസം ഇവിടെ നമ്മൾ വൃത്തിക്ക് ഇവിടെ എടുത്ത് ചാരി വെച്ചിരുന്ന ഷീറ്റ് ഇത് അടിച്ചു മടക്കി ഇത് അവിടെ കൂട്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. ബാക്കിയുണ്ടായിരുന്ന ഒരു പണിസാധനങ്ങൾ, കഞ്ഞി വെക്കാനുള്ള കലം വരെ ഇവിടെ ഇല്ല. അത് കഴിഞ്ഞ ദിവസം ഇവർ പെണ്ണുങ്ങൾ വന്ന് ഇത് മടക്കുന്നത് കണ്ടതായിട്ട് ഇവിടെ ആൾക്കാർ വിളിച്ചു പറഞ്ഞ് ഞങ്ങൾ വന്നപ്പോഴത്തേക്കും ഷീറ്റ് മടക്കി വെച്ചേക്കുന്നുണ്ട്. അത് പിന്നെ അവർക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല, അവർ ഓടി. എതിരെ പോയി എന്ന് പോലും നമുക്കറിയത്തില്ല. ഈ തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഇവർക്ക് എന്താണ് ഇവിടെ ആവശ്യം? ഇവരെവിടെയെങ്കിലും പണിക്ക് വരുന്നതാണെങ്കിലും ഒക്കെ അവർ പണിക്ക് നിന്നോട്ടെ. അതിന് അതല്ല, സാധനങ്ങൾ നമ്മൾ വിലയ്ക്ക് വിൽക്കുന്നുണ്ടെങ്കിൽ അവർ വിലയ്ക്ക് എടുക്കുകയോ എന്തെങ്കിലും ചെയ്യട്ടെ. ഈ ആളില്ലാത്ത വീട്ടിൽ കയറുക, ഈ സംഭവങ്ങൾ പറിക്കുകൊണ്ടെങ്കിൽ നമ്മളെപ്പോലുള്ള ഇപ്പോൾ തമിഴ്നാട്ടിൽ പോയിട്ട് നമ്മളിങ്ങനെ ഇവിടെ ഇങ്ങനെ കൂടിക്കിടക്കാൻ ഇവന്മാർ സമ്മതിക്കുമോ? തൊഴിലിന് വരുന്നതിന് കുഴപ്പമില്ല, പക്ഷേ നമ്മുടെ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 50,000 രൂപയ്ക്ക് മുകളിൽ വിലയുള്ള സാധനങ്ങളാണ് നഷ്ടപ്പെട്ടേക്കുന്നത്. പുഴയിൽ വെള്ളമായതുകൊണ്ട് മാത്രമാണ് അത് ഞാൻ എടുത്ത് ഇവിടെ കരയ്ക്ക് കൊണ്ട് വെച്ചത്. ഈ സാധനങ്ങൾ മുഴുവൻ പോകുന്നു. ഇപ്പോൾ പെര പൊളിച്ചിട്ട് അകത്ത് കയറിയിട്ട് മിക്സി, അതിൻ്റെ ജാറ്, ഗ്യാസ് സ്റ്റൗവിൻ്റെ കുറ്റി, ഈ സാധനങ്ങൾ ഇവിടെ കൊണ്ടുപോകുന്നതല്ല. ഇവിടെ എടുക്കാൻ ആളുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇത് ആരാണ് എടുക്കുന്നതെന്ന് കണ്ടുപിടിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ശരിക്കും അതുകൊണ്ട് ഇത് വളരെ ശക്തമായിട്ട് പോലീസ് അടക്കം വളരെ ശക്തമായിട്ട് ഇതിനെ നേരിടണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ആക്രി സാധനങ്ങൾ പെറുക്കാനെത്തുന്ന സംഘമാണ് ഇതിന് പിന്നിലെന്നാണ് പരാതി. സാധനങ്ങൾ നഷ്ടപ്പെട്ട വകയിൽ പീറ്ററിന് 50,000 രൂപയുടെ നഷ്ടമുണ്ടായിട്ടുണ്ട്. ചെറുപുഴ പോലീസിൽ ഇത് സംബന്ധിച്ച് പരാതി നൽകി. അന്തർ സംസ്ഥാനക്കാരാണ് ആക്രി സാധനങ്ങൾ പെറുക്കാനെത്തുന്നവരിലേറെയും. വീടുകളിലും പറമ്പുകളിലും കയറിയിറങ്ങി സാധനങ്ങൾ ശേഖരിക്കുന്ന ഇവരിൽ പലരും വീട്ടുടമകൾ അറിയാതെ വിലപിടിപ്പുള്ള പലതും പെറുക്കിക്കൊണ്ടു പോകുന്നതായി വ്യാപകമായി പരാതി ഉയരുന്നുണ്ട്. സാധനങ്ങൾ നഷ്ടപ്പെട്ടവരിൽ പലരും പരാതിയുമായി പോലീസിലേക്ക് പോകാത്തതിനാൽ ഇത്തരക്കാർക്കെതിരെ നിയമ നടപടികളും ഉണ്ടാകുന്നില്ല. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. സ്വർണം പണയം വെക്കുക, കൂടിയ തുക വാങ്ങുക, എങ്ങനെയെന്നൊന്നും ചോദിക്കേണ്ട. നേരെ ക്യാപിറ്റൽ ഫിനാൻസിയേഴ്സിലേക്ക് വന്നോളൂ. കൂടിയ മൂല്യമുള്ള സ്വർണം പണയപ്പെടുത്തി കുറഞ്ഞ തുക വാങ്ങേണ്ട കാര്യമില്ലല്ലോ. ഇനി സ്വർണ്ണ പണയത്തിന്മേൽ കൂടുതൽ തുകയുമായി സംതൃപ്തിയോടെ വീട്ടിലേക്ക് മടങ്ങാം. മറ്റു ബാങ്കുകളിൽ കുറഞ്ഞ തുകയ്ക്ക് പണയത്തിലിരിക്കുന്ന സ്വർണം തിരികെ എടുത്ത് കൂടുതൽ തുകയ്ക്ക് പണയം വെക്കാം. സ്വർണ്ണ പണയത്തിന്മേൽ EMI തവണ വ്യവസ്ഥ സൗകര്യവും 25 വർഷത്തെ പാരമ്പര്യമുള്ള ക്യാപിറ്റൽ ഫിനാൻഷിയേഴ്സ് കരുവഞ്ചാലിലും ചെറുപുഴയിലും. കൂടിയ മൂല്യമുള്ള സ്വർണം വെച്ചിട്ട് കുറഞ്ഞ തുക ലോൺ എടുക്കണം. 1 പവൻ സ്വർണത്തിന് 48,000 രൂപ വരെ വായ്പ നൽകും. ഗ്രാമിന് 6,000 രൂപയും. സ്വർണം പണയം വെക്കാൻ ഇനി ഒട്ടും ബുദ്ധിമുട്ടേണ്ട. നേരെ ക്യാപിറ്റൽ ഫിനാൻഷിയേഴ്സിലേക്ക് വന്നോളൂ. ക്യാപിറ്റൽ ഫിനാൻഷിയേഴ്സ്, ഹെഡ് ഓഫീസ് കരുവഞ്ചാൽ, ബ്രാഞ്ച് ചെറുപുഴ. മൊബൈൽ 9495 953 291 9961 370 822.